മുത്തശ്ശി അകത്ത് പോയിട്ട് അതിൽ അവിലും ശർക്കരയും പഴവും നെയ്യും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഉമ്മറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആരെയും കാണാനില്ല. അപ്പൊ മുത്തശ്ശി വിചാരിച്ചു ഞാൻ വരാൻ നേരം വൈകിയപ്പോൾ ആ കുട്ടി പോയിട്ടുണ്ടാവുമോ. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്നിട്ട് വിളിക്കുന്ന സമയത്ത് വിളി കേൾക്കുന്നില്ല. അപ്പൊ മുത്തശ്ശി വിചാരിച്ചു ഇനി അകത്തെങ്ങാനും കയറി പോയിട്ടുണ്ടാവുമോ, എന്നാലും വിളിച്ചാൽ വിളി കേൾക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അത് തിണ്ണയിൽ വെച്ചിട്ട് അകത്തേക്ക് കയറി പോയിട്ട് നോക്കുന്ന സമയത്ത് ഭാഗവതത്തില് മുത്തശ്ശി അന്ന് രാവിലെ ഭഗവാന് സമർപ്പിച്ച മാല ചാർത്തിയിരിക്കുന്നു. അപ്പൊ മുത്തശ്ശി വിചാരിച്ചു ഇനി തിരുമേനി ആ മാല ചാർത്താതെ പുറത്തെങ്ങാനും വെച്ചിട്ടുണ്ടായിരിക്കും, ഈ കാലിച്ചെറുക്കൻ വരുന്ന സമയത്ത് അതങ്ങ് എടുത്തിട്ട് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് മുത്തശ്ശി ആ തിണ്ണയിൽ വെച്ച അവിലും പഴവും കാണാനില്ല, അവിലും പഴവും കൂട്ടിക്കുറച്ചത് കാണാനില്ല. ഇതെന്ത് മറിമായം കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ മുത്തശ്ശി പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം കുളിയും കഴിഞ്ഞ് ഭഗവാനെ മാലയും കെട്ടിയിട്ട് മുത്തശ്ശി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹരിനാമം ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലെത്തിയപ്പോൾ വലിയൊരു ബഹളം കേൾക്കുകയാണ്. അപ്പൊ മുത്തശ്ശി ആകെ അത്ഭുതപ്പെട്ടു. അപ്പൊ തിരുമേനി പറയുന്നുണ്ട് ഈ ഒരു മുത്തശ്ശിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പൊ മുത്തശ്ശി ആകെ അന്താളിച്ചു. ഇനി എന്താണ് എന്നുള്ളൊരു ചിന്ത മുത്തശ്ശിക്ക് ഉള്ളിൽ വന്നു. അപ്പൊ തിരുമേനി തുടർന്നു, ഇന്നലെ മുത്തശ്ശി കൊണ്ടുവന്ന മാല എല്ലാ മാലകളുടെ കൂട്ടത്തിൽ ഞാൻ ചാർത്തിയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു മാല കാണാനില്ല. ഞാൻ ഇവിടെ ഒരു നേരം മാത്രമാണ് പൂജ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാലോ. എന്നിട്ടും ഭഗവാൻ ഇങ്ങനൊരു നേദ്യം ഞാൻ സമർപ്പിച്ചിട്ടില്ല. പക്ഷെ ഭഗവാന്റെ മുന്നിൽ അവിലും പഴവും നേദിച്ചിരിക്കുന്നു. ഇങ്ങനൊരു നേദ്യം ഞാൻ ഭഗവാനെ സമർപ്പിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പൊ മുത്തശ്ശി നോക്കുന്ന സമയത്ത് താൻ ഇന്നലെ ആ കാലിച്ചെറുക്കനായിട്ട് എടുത്ത അവിലും പഴവുമാണ് ഭഗവാന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഇന്നലെ വന്ന ആ കാലിച്ചെറുക്കൻ സാക്ഷാൽ ഭഗവാനാണെന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മനസ്സിലായി. ഭഗവാൻ താൻ കൊടുത്ത മാലയണിഞ്ഞ് തൻ്റെ അരികിൽ വന്നിരിക്കുന്നു. താൻ കൊടുത്ത അവിൽപ്പൊതിയും എടുത്ത് ഭഗവാൻ ഇവിടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. മുത്തശ്ശിക്ക് ആകെ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം തൻ്റെ അരികിൽ ഇന്നലെ ആ മാലയുമായിട്ട് വന്ന കാലിച്ചെറുക്കൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. താൻ ഇന്നലെ ആ കാലിച്ചെറുക്കനെ എടുത്തു വെച്ച ആ അവിൽപ്പൊതി എന്ന ഭഗവാന്റെ മുന്നിൽ കാണുന്ന ആ നിറക്കണ്ണുകളോടെ മുത്തശ്ശി ശ്രീലകത്തേക്ക് നോക്കുന്ന സമയത്ത് ഇന്നലെ വന്ന കാലിച്ചെറുക്കൻ കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ്. എന്നെ കണ്ടതായിട്ട് ആരോടും പറയണ്ട എന്ന മട്ടില്. മുത്തശ്ശിക്ക് വളരെ സന്തോഷം തോന്നി. ആ ഭഗവാനെ നേരിൽ കണ്ട ഒരു സന്തോഷം, ആ അനുഭൂതി മുത്തശ്ശിക്ക് നുകരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. വളരെ മനോഹരമായൊരു കഥയാണ്. ഈ ഒരു കഥ എത്രത്തോളം വർണ്ണിക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഒരു കഥ ഭഗവാനിൽ സമർപ്പിച്ച അമ്മയ്ക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കട്ടെ. സർവം ശ്രീകൃഷ്ണ. നമസ്തേ.